ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ ഞാനും ചേട്ടനും മോളും കൂടെ വെട്ടുകാട് പള്ളിയിൽ പോയി. അപ്പോഴത്തേക്കും വെള്ളിയാഴ്ചയാണ്, അപ്പം അതിൻ്റെ തിരക്കൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ പോയ ആ സമയത്താണെങ്കിൽ തിരക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വണ്ടിയൊക്കെ ഒതുക്കാൻ നല്ല പാടാണ്. നമ്മൾ ഒരു സ്കൂളിൻ്റെ അവിടെ വച്ചിട്ടാണ് ഞങ്ങൾ നടന്നു പോണത്. അപ്പോൾ നമ്മളിങ്ങനെ സമയം കൂടുന്നതനുസരിച്ചാണ് തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ബ്ലോക്കായിട്ട് വണ്ടിക്കൊന്നും പോകാൻ പറ്റാതെ അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമ്മളീ നടക്കുന്ന ഭാഗത്തൊക്കെ നല്ല അലങ്കാരങ്ങളും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എന്തായാലും നമ്മളവിടെ പോയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ അതുപോലെ തന്നെ സമയം പെട്ടെന്ന് പോയി. സമയം പോണതേ അറിയാൻ പറ്റിയില്ല, അങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നെ ഇവരൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് യേശുവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. ഞാനാണെങ്കിൽ പോകണോ പോകണ്ടേന്ന് ആലോചിച്ചുകൊണ്ട് നമ്മൾ ദൂരെ കൂടെ നിന്ന് പ്രാർത്ഥിക്കാമെന്ന് കരുതി പോയി. പക്ഷേ കുഞ്ഞുള്ളതുകൊണ്ട് എനിക്കും ചേട്ടനും കൂടെ പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റി. കൊച്ചുകുട്ടികളെയൊക്കെ ഉള്ളവരെയൊക്കെ നേരത്തെ കയറ്റി വിടുന്നുണ്ട്. അങ്ങനെ പോയി പ്രാർത്ഥിച്ച് പിന്നെ ഞങ്ങളിപ്പുറ സൈഡ് മറ്റേ മെഴുകുതിരി കത്തിക്കേണ്ട സ്ഥലത്തൊക്കെ പോയി മെഴുകുതിരിയൊക്കെ കത്തിച്ചു. പിന്നെ നമ്മൾ പള്ളിയിൽ അവിടെയൊക്കെ പോയി അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ്, നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും ആ ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ആ ഒരു പോസിറ്റീവ് ഫീലാണ്. നമ്മളിങ്ങനത്തെ സ്ഥലത്ത് പോകുമ്പോഴേ നമുക്കറിയാമല്ലോ, ഒരു പോസിറ്റീവ് വൈബാണ്. കൊള്ളായിരുന്നു, ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ നമ്മൾ അങ്ങോട്ടൊക്കെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. സാധനങ്ങളൊക്കെ കൊണ്ട് വിൽക്കുന്നത് കടകൾ, കൊച്ചു കുട്ടികൾക്ക് വലിയവർക്കും ഒക്കെ വാങ്ങാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട്. നമ്മൾ ചുമ്മാ പോയി ഒന്നും വാങ്ങണമെന്ന് പ്രതീക്ഷയിലല്ല പോയത്. നമ്മൾ അങ്ങോട്ടൊക്കെ നടന്ന് പോയി. അങ്ങോട്ടൊക്കെ ഭയങ്കര തിരക്ക്. പിന്നെ അങ്ങോട്ട് പോയി താഴോട്ടെന്ന് പറഞ്ഞാൽ അങ്ങ് ഉള്ളിലോട്ട് ഫുള്ള് കടകളാണ്, ശരിക്കും കടകളുണ്ട്. ഇത് മാതാവിൻ്റെയൊക്കെ പ്രതിമ വിൽക്കണ കടകളും പിന്നെ ഈ മെഴുകുതിരിയൊക്കെ വാങ്ങാൻ പറ്റിയ കടകളൊക്കെ ഇല്ലേ, മെഴുകുതിരിയും മാല അതൊക്കെ മാതാവിന് കൊടുക്കുന്ന, മാതാവിന് കുരിശടിയിലൊക്കെ ഇടുന്ന ആ സാധനങ്ങളൊക്കെ കടകളും പിന്നെ ഐസ്ക്രീമിൻ്റെ സെക്ഷൻ, പിന്നെ എന്തോന്നൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരു അരുവിലുണ്ട്. പല ഐറ്റംസ് കഴിക്കണമെന്നുള്ളവർക്ക് കഴിക്കാം. നമ്മൾ പിന്നെ കഴിച്ചില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഐസ്ക്രീം താഴെ അങ്ങ് പോയിട്ടാണ് കഴിച്ചത്. പിന്നെ കുറേ നടക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ടോയ്സിൻ്റെ സെക്ഷനൊക്കെ ഒരുപാട് പല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. 100 രൂപയ്ക്കൊക്കെ വലുതും ചെറുതും ഒക്കെ എടുക്കാം. 100 രൂപയ്ക്ക് ഏത് വേണം എടുക്കുക, ഏതെടുത്താലും 100 രൂപ കണക്കിനുള്ള ടോയ്സൊക്കെ ഉണ്ട്. പിന്നെ മധുരപലഹാരങ്ങൾ, അത് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ജിലേബി, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. പിന്നെ നമ്മൾ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ അവിടെ കണ്ട്. ജീരക മിഠായി, പണ്ടത്തെ തേൻ മിഠായി, അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ കണ്ട്. പിന്നെ കുറേയൊക്കെ കണ്ടിട്ട് വീണ്ടും ഞങ്ങൾ അവിടെ കൂടെ കുറേ അലഞ്ഞു തിരിഞ്ഞൊക്കെ നടന്ന് പിന്നെ കുറച്ച് അങ്ങ് ഉള്ളിലോട്ടൊക്കെ ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. കൊച്ചു കുട്ടികൾക്കുള്ളതൊക്കെ പല വെറൈറ്റീസ് കണ്ട്. തലയിലൊക്കെ വയ്ക്കേണ്ട സാധനങ്ങളൊക്കെ ഇല്ലേ, ഹെയർ ആക്സസറീസ്, ഇതൊക്കെ ടോയ്സ് സെക്ഷനാണ്. ഇതൊക്കെ നല്ല റേറ്റുണ്ട്. ഞാൻ ഈ കടയിൽ കയറിയപ്പോൾ അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ കണ്ടു കേട്ടോ, ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഒരുപാടെണ്ണമൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. പിന്നെ അങ്ങോട്ട് പോയപ്പം കുറച്ച് ദിവസം കൊണ്ടേ നമ്മൾ വാങ്ങണമെന്ന് ആഗ്രഹിച്ച ഒരു ഐറ്റം വാങ്ങി. അപ്പം നല്ലൊരു, പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമാണ്. നമ്മളിങ്ങനെ ഈ പെരുന്നാളിനൊക്കെ പോയി ഇതൊക്കെ വാങ്ങണതും കാണുമ്പോഴൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്കും ചേട്ടനും മോളും കൂടെ പുറത്ത് നിന്ന്, അത് അവൾക്ക് ഇവിടെ നിന്നപ്പോൾ അങ്ങനെ പുറത്ത് പോയി ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങ് പോകാനുള്ള അങ്ങ് താഴോട്ട് ബീച്ചിലോട്ടൊക്കെ ഭയങ്കര തിരക്ക്. അങ്ങനെ സ്ലൈഡൊക്കെ ഉണ്ട്, ക്ലിപ്പ്, പിന്നെ അല്ലാതെ പെൺകുട്ടികൾക്കൊക്കെ ഒരുങ്ങാൻ പറ്റിയ പല ഐറ്റംസൊക്കെ, സിന്ദൂരം,
ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. കമ്മലിൻ്റെയൊക്കെ വെറൈറ്റി കളക്ഷൻസൊക്കെ ഉണ്ട്. അങ്ങനെ വാങ്ങണമെന്ന് തോന്നി നമുക്കെല്ലാം വാങ്ങാൻ തോന്നും. പക്ഷേ അനാവശ്യമായിട്ട് അങ്ങനെ ഒന്നും വാങ്ങണത് എനിക്ക് പൊതുവേ ഇഷ്ടമില്ല. എനിക്ക് പൊതുവേ അല്ലാത്ത ഇതൊക്കെ ഇഷ്ടം തന്നെ, വാങ്ങാനൊക്കെ ഇഷ്ടം തന്നെ. പക്ഷേ പിന്നെ അനാവശ്യമായിട്ട് വാങ്ങി പൈസ കളയണത് ഇഷ്ടമില്ല. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്തോട്ട് തന്നെ ഈ ഗ്ലാസിൻ്റെ സെക്ഷനും ഉണ്ട്. ഗ്ലാസ് നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്സൊക്കെ ഇല്ലേ, അതൊക്കെ വിൽക്കുന്ന കടകളും പല വെറൈറ്റി ബോളുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് സ്ഥലത്ത് മധുര പലഹാരങ്ങൾ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് ഒക്കെ കുറച്ച് നേരം വെളിയിലൊക്കെ ഇറങ്ങി നിന്നിട്ട് വീണ്ടും അങ്ങോട്ട് താഴോട്ട് ബീച്ചിലോട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ നിന്ന്. അങ്ങനെ പിന്നെ അവിടെ പോണതിന് മുമ്പ് പള്ളിയിൽ ദൂരെ നിന്നിട്ടുള്ള ഒരു വീഡിയോ എടുത്ത് ഞാൻ. ലൈറ്റൊക്കെ പോണ കാണാൻ നല്ല ഭംഗിയില്ലേ. അങ്ങനെ ഞാൻ പിന്നെ ആ ലൈറ്റും ഒക്കെ കാണാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് കുറച്ച് നേരം അവിടെ നിന്ന്. ദൂരെ കൂടെ കാണാൻ നല്ല രസമുണ്ട്, ലൈറ്റും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാൻ ലൈറ്റൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഇവിടെ കൂടെയൊക്കെ ചുമ്മാ നടന്ന് അടുത്ത് ഞാൻ അങ്ങ് താഴെ ബീച്ചിലോട്ട് പോകാൻ ഭയങ്കര തിരക്ക്. അപ്പോൾ പതുക്കെ പോകാൻ പറ്റും. അപ്പം അതിനിടയ്ക്ക് വെച്ച് കുറേ കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ എടുത്ത് തിരക്ക് കൂടി വരുന്ന സമയമായിരുന്നു. ഇപ്പം ഒരു 9 മണി കഴിയുമ്പോഴത്തേക്ക് തിരക്ക് ഭയങ്കരമായിട്ട് കൂടുകയാണ്. ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ബ്ലോക്കാണെങ്കിൽ പറയാൻ പറ്റാത്ത. പിന്നെ വെള്ളിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. വെള്ളിയാഴ്ചയാണല്ലോ അവിടെ മെയിനായിട്ടുള്ള ദിവസം. അപ്പം പിന്നെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് ബീച്ചിലോട്ട് പോണ വഴിക്ക് നമ്മൾ ഈ വലയൊക്കെ നെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പേര് വലയൊക്കെ നല്ല അതെന്തോന്നൊക്കെ പൊട്ടിയതൊക്കെ നല്ല ക്ലിയർ ചെയ്ത് വിടുമല്ലോ, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2-3 പേര് ഒരുമിച്ചൊക്കെ നിന്നാണ് ചെയ്യണത് ആ കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് ബീച്ചിലോട്ട് ഇറങ്ങി കുറച്ച് നേരം അവിടെ നിന്ന്. ബീച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് പ്ലേസാണ്. അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഒരിതാണ്, റിലീഫാണ്. നമ്മൾ മൈൻഡ് റിലീഫാണ് ഒരു പ്ലേസാണ്. നമ്മൾ സ്ട്രെസ്സും ടെൻഷനും എല്ലാം മാറണ ഒരു സ്ഥലമാണ്. അങ്ങനെ കുറച്ച് നേരം നിന്ന് അങ്ങോട്ട് ഇറങ്ങി. രാത്രി സമയമില്ല, അപ്പോൾ കടലിലോട്ടൊന്നും ഇറക്കൂല. അങ്ങനെ കടലിൽ കാലിന് നനയ്ക്കാൻ അങ്ങനെയൊന്നും ഇറങ്ങിയില്ല. ജസ്റ്റ് ഞാൻ അവിടെ ചെന്ന് നിന്ന്, അത്രയേ ഉള്ളൂ. അങ്ങനെ പിന്നെ വീണ്ടും നമ്മൾ അവിടെ കുറച്ച് ഇപ്പുറത്തോട്ട് ഞാൻ നിന്നതിൻ്റെ വലത് സൈഡിലോട്ട് കൊച്ചു കുട്ടികളുടെ ഈ കളിക്കുന്ന സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പോകാനാണ് അടുത്ത പ്ലാന്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അവർ അതിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുത്ത് അത് ടാറ്റു അടിച്ച് അവർ തരും. പിന്നെ നമ്മൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും വല നെയ്തുകൊണ്ടിരുന്നവർ ഈ വലയിൽ നിന്ന് ഞണ്ടൊക്കെ വാരിയിടുന്നുണ്ട്, ജീവനുള്ള ഞണ്ട്. അപ്പം ചിലരൊക്കെ അത് നല്ല വില കൊടുത്ത് വാങ്ങണുണ്ട്. നല്ല വിലയുണ്ട്, കാരണം നമ്മൾ വില പേശിയാലേ അവർ തരും. അങ്ങനെ അവിടെ നിന്ന് അത് കണ്ട് പിന്നെ കുറേ ഐറ്റം പല വെറൈറ്റി ലൈറ്റ് ഐറ്റംസൊക്കെ ഓരോരുത്തർ കൊണ്ട് വിൽക്കുന്നുണ്ട്. കൊച്ചു കുട്ടികളൊക്കെ നമ്മൾ ഈ ബലൂണും കാര്യങ്ങളൊക്കെ കൊണ്ട് വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നിൽക്കിക്കൊണ്ട് അതുകൊണ്ട് ഞങ്ങളത് വാങ്ങിച്ചില്ല. പിന്നെ ഞങ്ങൾ കുറേ നേരം മറ്റേ കൊച്ചു കുട്ടികളുടെ പ്ലേ ഗ്രൗണ്ടിൽ പോയി ഇരുന്ന്. അപ്പം ട്രെയിനും പിന്നെ ഈ ചറവി കളിക്കുന്നതൊക്കെ സാധനങ്ങൾ, ഇതൊക്കെ ഇത്തിരി കൂടെയൊക്കെ വലിയ കുട്ടികൾക്കാണെങ്കിൽ ഇതൊക്കെ ഒരു രസമാണ്. അപ്പം പിന്നെ നമ്മൾ ആ ട്രെയിനിൻ്റെ അവിടെയൊക്കെ ചെന്ന് നിന്ന് കുറേ നേരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് നല്ല ഭംഗിയല്ലേ, ഈ ബലൂൺ ലൈറ്റ് കത്തണം. പിന്നെ കൊച്ചുകുട്ടികളൊക്കെ ട്രെയിനിൽ കളിക്കുന്നു. ഇതിന് ചാർജ് കാണും, അതൊന്നും ഞാൻ ചോദിച്ചില്ല. എന്തായാലും ചാർജ് കാണും. അപ്പം കുറേ നേരം അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് കൊള്ളാം, നല്ല രസമുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ ഐസ്ക്രീം കുടിക്കാനാണ് പോയത്. ഞാനാണെങ്കിൽ മറ്റേ കോണിൽ തന്നെ നമ്മൾ ഈ ബിസ്ക്കറ്റ് കോണിൽ സ്ട്രോബെറി ഫ്ലേവറാണ് ഞാൻ എടുത്തത്. എനിക്ക് സ്ട്രോബെറി വാനില ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അടുത്ത് അത് കഴിഞ്ഞിട്ട് എൻ്റെ ചേട്ടൻ എന്തോ മാംഗോ ബാർ അതാണ് വാങ്ങിച്ചത്. ചേട്ടന് അത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് രണ്ടും നമ്മൾ കുടിച്ചിട്ട്
നമ്മൾ വീണ്ടും അങ്ങോട്ട് ഈ വിപണന സ്ഥലത്തോട്ട് അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയപ്പോഴത്തേക്കും കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, ഐറ്റംസൊക്കെ കൂടെ കാണിച്ച്. പിന്നെ എനിക്ക് 2-3 സാധനങ്ങൾ ചേട്ടൻ വാങ്ങിച്ചു തന്നു, എനിക്കും നിക്കിക്കും വാങ്ങിച്ചു തന്ന്. അത് ഞാൻ പിന്നീട് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ ഞങ്ങൾ തിരിച്ച് വീണ്ടും പള്ളിയുടെ അടുത്ത് വന്നിട്ട് അവിടെ വന്നിട്ട് വീണ്ടും കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അവിടേക്ക് നിന്ന്. അപ്പോഴത്തേക്കാണ് ഈ തേൻ മുട്ടായി, ജീരക മുട്ടായി, പുളിമുട്ടായി കണ്ട്. അപ്പോഴതാണ് എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി, അങ്ങ് എടുത്ത്. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വണ്ടിയുടെ അടുത്തോട്ട് പോണതാണ് നടന്ന്. അങ്ങനെ പിന്നെ വണ്ടിയുടെ അടുത്ത് നടന്ന് പോയി. വണ്ടി സ്കൂളിൻ്റെ അവിടെയാണ് വെച്ചിരുന്നത്. ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല, ഭയങ്കര തിരക്കായതുകൊണ്ട് ഇങ്ങോട്ടൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം നമ്മൾ വണ്ടി സ്കൂളിൻ്റെ അവിടെ വെച്ചിട്ട്, അവിടെ ആകുമ്പം നല്ല സൗകര്യമുണ്ട് എടുക്കാം. അപ്പം വണ്ടി അവിടെ വച്ചിട്ട് വന്നത്. പിന്നെ നമ്മൾ തിരിച്ച് ഒരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.